കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധ പരിപാടിയുമായി BJP മുന്നോട്ട് പോവുകയാണ്. സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. നാളെ ABVP ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കണം എന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. തഹസിൽദാർ സ്ഥലത്തുണ്ട്. തഹസിൽദാരും BJP പ്രവർത്തകരുമായി തർക്കം ഉണ്ടായി. നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഇതുവരെ റിപ്പോർട്ട് തയ്യാറാക്കി എന്ന് പറയുന്നു. കേസെടുക്കുന്നുണ്ടോ? എന്ത് നടപടി നിങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കണമെന്ന് BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അതിശക്തമായ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി പഠിക്കാൻ പോയ കുഞ്ഞാണ്. ആ വീട്ടുകാർ ആ കുഞ്ഞിനെ ഒരുക്കി വിട്ടതാണ്. എന്നാൽ 9 മണിക്ക് മുൻപ് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് അവിടെ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാണ്. അതിനിടയിലാണ് ചെരുപ്പ് തെറ്റി സ്കൂളിൻ്റെ ഷെഡിൽ, ഒരു സൈക്കിൾ ഷെഡ് ഉണ്ടായിരുന്നു സ്കൂളിനോട് ചേർന്ന്, ആ ഷെഡിൽ വീണത്. ഇതിനിടയിൽ ചെരുപ്പ് എടുക്കാനായി ഇറങ്ങിയ കുട്ടിയാണ്. നിങ്ങൾക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. ആ കുഞ്ഞ് ചെരുപ്പെടുക്കാൻ പോകുന്നതും ഒപ്പം ആ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ആ കുഞ്ഞ് ആ ലൈനിലേക്ക് തന്നെ മരിച്ചു വീഴുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊന്നും അറിയാതെ താഴെ നിന്ന് കളിക്കുന്ന കുട്ടികളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ ഇനി എന്ത് നടപടി അധികൃതർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് KSEBിക്കെതിരെയും KSEB സ്കൂൾ മാനേജ്മെന്റിനെതിരെയും പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് തടുത്തപ്പാനാണ് ശ്രമം നടക്കുന്നത്. ഇതിനിടയിൽ സർക്കാരും അവരുടെ മുഖം രക്ഷിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. മനോജ് ഉണ്ട് സ്ഥലത്ത് നിന്ന്. മനോജ്, എന്തായാലും അവിടെ നിന്നുള്ള പ്രതിഷേധക്കാർ ജനം TVയോടക്കം പറഞ്ഞിരുന്നു, ഇതുവരെ സ്ഥലം MLA പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ജനപ്രതിനിധി പോലും, ഭരണപക്ഷത്ത് നിന്ന് ഒരു ജനപ്രതിനിധി പോലും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളത് അവർ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. മനോജ്, തീർച്ചയായും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് വിവിധ സംഘടനകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയും ABVPയും അടക്കം സ്കൂളിനുള്ളിലേക്ക് കയറി പ്രതിഷേധം തുടരുകയാണ്. BJP പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് ഭരണപക്ഷത്തെ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് മറ്റ് തരത്തിലുള്ള നടപടികൾ, അതായത് പ്രാഥമികമായുള്ള പരിശോധനയിൽ വീഴ്ചകളൊന്നും ഇതുവരെ തഹസീൽദാർ ഉൾപ്പെടെ നൽകിയ പ്രതികരണത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ആരുടെയെങ്കിലും ഭാഗത്ത് അനാസ്ഥയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഈ അധികാരികളടക്കം ഇങ്ങനെ മാനേജ്മെന്റിനെ സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. സ്കൂളിന് മുന്നിൽ തന്നെ വലിയ തരത്തിലുള്ള ജനക്കൂട്ടം, അതായത് വിവിധ സംഘടനകളുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിൽ തന്നെ ABVP നാളെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കണം, ഇതിന് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം തന്നെയാണ് ABVP മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധം ഇവിടെ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുവാൻ വേണ്ടി പോലീസ് ഈ സ്കൂളിന്റെ ഈ കവാടത്തിന് മുന്നിൽ തന്നെയുണ്ട്. എന്തായാലും പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിനെയൊക്കെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതാണ് ആരോപണം. എന്തായാലും ഇപ്പോൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം തുടരുക. കൊടിക്കുന്നിൽ സുരേഷ് MP നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, വളരെ ദാരുണമായ സംഭവം. ഈ വിഷയത്തിൽ നിന്ന് തടി തപ്പാനാണ് നമ്മുടെ സർക്കാരും ഒപ്പം ഈ സ്കൂൾ മാനേജ്മെന്റും KSEBയും ഒക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നത്? ഇതുവരെ യാതൊരു കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ കേസെടുത്തു, ശരിയാണ്, പക്ഷെ അതുകൊണ്ടൊക്കെ ആയോ MP? ആയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടു കൂട്ടരും ഒരുപോലെ ഉത്തരവാദിയാണ്. സ്കൂൾ അധികൃതർ ഉത്തരവാദിയാണ്, അതോടൊപ്പം തന്നെ KSEB ഇതിന് ഉത്തരവാദികളാണ്. അപ്പൊ രണ്ടുപേരുടെ പേരും പ്രതിക്കൂട്ടിലാണ് ഈ അതുപോലെയൊക്കെ കാരണക്കാർ. ഇവരിൽ രണ്ടുപേരുടെ പേരിലും കൊലപാതകത്തിന് കേസെടുക്കേണ്ടതാണ്. കാരണം ഇത് ഇങ്ങനെ അപകടമായ രീതിയിൽ ഇലക്ട്രിക് ലൈനുകൾ താഴ്ന്നു കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് മാറ്റി കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ തീരുമാനമെടുക്കാതെ നെറ്റിക്കൊണ്ട് പോയതിൽ KSEB ഉത്തരവാദിയാണ്, സ്കൂൾ അധികൃതർ ഉത്തരവാദിയാണ്. രണ്ടുപേരും ഒരുപോലെ പ്രതികളാണ്. രണ്ടുപേരും ഈ കാര്യത്തിൽ സമാധാനം പറഞ്ഞാൽ മതിയാവും.
ശ്രീ കൊടിക്കുന്നിൽ, ഒരു കാര്യം കൂടി, അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധക്കാർ ഒപ്പം നാട്ടുകാരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വസ്തുതയുണ്ട്. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്, പക്ഷേ ഭരണപക്ഷത്ത് നിന്ന് ഒരു ജനപ്രതിനിധി പോലും ഇതുവരെയും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ കോവൂർ കുഞ്ഞുമോൻ സ്ഥലം MLA, അദ്ദേഹത്തിന്റെ വീട് ഈ സ്കൂളിന് അത്ര അകലെ അല്ല, എന്നിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആരും തയ്യാറായില്ല. ഇത് ആ പ്രതിഷേധത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഞാൻ അവിടെ പോകേണ്ടതാണ്. ഞാനിപ്പോൾ പത്മനാഭൻ സാറിന്റെ അടക്കവുമായി ബന്ധപ്പെട്ട് ഇത് കൊല്ലത്താ ഉള്ളത്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ആ സ്ഥലത്ത് സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ശരി, നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഈ വിഷയത്തിൽ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കൊല്ലം തേവലക്കരയിലാണ് 13 വയസ്സുകാരന് സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. തേവലക്കര ബോയ്സ് സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. നാട്ടുകാരും BJP പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നാളെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ABVP. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഒടുവിൽ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി സ്കൂൾ പരിസരത്ത് എത്തിച്ചേരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.